നമസ്കാരം ഗോയ്സ്. അപ്പം ഇന്നത്തെ ഗെയിം എന്ന് പറയുമ്പം റാലി ഫ്യൂറി അല്ല ഫ്യൂറി. അപ്പം റാലി ഫ്യൂറി എന്ന് പറഞ്ഞ റേസിങ് ഗെയിമാണ്. അങ്ങനെയല്ല, കാർ ഓടിച്ചു പോകുന്ന ഗെയിമാണ്. അപ്പം ഈ ഗെയിം നോർമൽ ഗെയിമാണ്. സാധാരണ പ്ലേ സ്റ്റോറിൽ ഉണ്ടാവല്. ഇത് പ്ലേ സ്റ്റോറിൽ നോർമൽ തന്നെയാണ്. പിന്നെ ഈ ഗെയിം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഫ്രീ, പ്ലേ സ്റ്റോറിൽ ഫ്രീ തന്നെയാണ്, പൈസയൊന്നുമില്ല. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മോഡ് വെർഷൻ ഞാൻ ടെലിഗ്രാമിലിടും. വേണമെങ്കിൽ പോയിട്ട് എടുത്തോ, അല്ലെങ്കിൽ എടുക്കണ്ട, ഇത്രേ പറയാനുള്ളൂ. നിങ്ങൾക്കല്ലേ വേണ്ടത്, വേണമെങ്കിൽ എടുത്താൽ മതിയെന്ന്. അപ്പോൾ ടെലിഗ്രാമിലുണ്ടാവും. വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് കാണണമെന്നില്ല, നിങ്ങൾ സ്കിപ്പ് അടിച്ചോ അല്ലെങ്കിൽ കട്ടാക്കിയിട്ട് പോയിട്ട് എടുത്ത് ഡൗൺലോഡ് ആക്കിയോ. എന്തായാലും ഞാൻ ഗെയിം കാണിച്ചു തരാം. എന്ത് കാണിച്ചു തരാം, അങ്ങനെ കളിക്കുന്നത് കാണിച്ചു തരാം. കളിക്കുന്നതെന്ന് പറയുമ്പോൾ ആ ഗെയിം തുറക്കും, അതിൽ കറക്റ്റ് ആക്കുന്ന കാര്യങ്ങൾ. അപ്പം വീഡിയോ കണ്ടിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്നെ ചീത്ത വിളിക്കാണ്ട് അത് കളിക്കുക. അല്ലെങ്കിൽ കളിച്ചിട്ട് നിങ്ങൾ നേരെ അതിൽ കയറിയിട്ട് പറയും ഇന്നതില്ല എന്ന് പറയും. കാരണം അതിലൊരു സാധനം ഇല്ല, കിട്ടുന്നില്ല. അത് വേറൊരു കാര്യമാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഗെയിം തുറക്കുമ്പം ഇതേപോലെ വരും. ഇത് നമ്മൾ അവിടെ ക്ലോസോ ഇത് എന്തെങ്കിലും കൊടുത്താൽ അത് പോകും. അല്ല, ഇത് സിംഗിൾ മാച്ച് മൾട്ടിപ്ലെയർ ആണ്. അപ്പം സിംഗിൾ കൊടുക്കുക. കാരണം എനിക്ക് മൾട്ടിപ്ലെയർ കളിക്കാനാവുന്നില്ല. കാരണം ലെവലപ്പ് ആവണം. ലെവലപ്പ് ആയാലേ മൾട്ടിപ്ലെയർ കളിക്കണം. ഇനി ഇതിൽ നമുക്ക് ഏത് കാർ വേണ്ടതെന്ന് സെലക്ട് ചെയ്യാം. അപ്പം ഞാൻ ലേശം പൈസ കൂടിയ കാറിന് എടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പം അങ്ങനെ ഞാൻ പൈസ കൂടിയ കാർ എടുത്തു. പൈസ കൂടിയ കാറിന് പവർ കൂടുതലാണെന്ന് പറഞ്ഞിട്ട് ഇത് ഓക്കെ കൊടുക്കുക. 50. അപ്പോൾ 50 6 എന്ന് പറഞ്ഞിട്ടുള്ള സാധനം കിട്ടും. ഇപ്പോൾ നിങ്ങൾക്ക് കോയിൻ കാണും അൺലിമിറ്റഡ് ആണ്. പക്ഷേ ആ 6 എന്ന് പറഞ്ഞ സാധനമില്ലേ, 6 50 പറഞ്ഞ് അത് ഇതെല്ലാം ഇങ്ങനത്തെ സാധനങ്ങളും മറ്റേ സ്റ്റിക്കറും കാര്യങ്ങളെല്ലാം ഒട്ടിക്കണമെങ്കിൽ 6 50 എന്ന് പറഞ്ഞ സാധനം വേണം. അതുകൊണ്ട് നിങ്ങൾ അത് നോക്കണ്ട, 6 50 എന്നുള്ള സാധനം കിട്ടൂല. ഇതാണ് ഞാൻ ഫസ്റ്റേ പറഞ്ഞത്. മൾട്ടിപ്ലെയർ കളിക്കണമെങ്കിൽ ലെവലപ്പ് ആവണം. അതുകൊണ്ട് ഞാൻ മൾട്ടിപ്ലെയർ കളിക്കുന്നില്ല. ഇത് പറയുമ്പോൾ അതിൻ്റെ പവർ കൂട്ടുന്നതാണ്. ഞാനിപ്പോൾ മാക്സിമം പവർ കൂട്ടി നമ്മൾ ഒരു ഗെയിമിലേക്ക് എൻ്റർ ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുമ്പോൾ ഈ ചുവപ്പ് കളർ ഇനി വരിയും കുറയൊന്നും ഇടാൻ പറ്റുന്നില്ല, ഈ കാറ് രസമില്ല എന്നെല്ലാം പറയുന്നുണ്ടെങ്കിൽ ഞാൻ ഒരു സംഭവം കാണിച്ചു തരാം. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനത്തെ മാത്രമല്ല ഡിഫറെൻറ്റ് കളറിലെ വണ്ടിയും കിട്ടും. അപ്പം നിങ്ങൾക്ക് അത് വെച്ചിട്ടും കളിക്കാം. അപ്പം ഞാൻ ഈ ഭാഗം ഒന്ന് സ്കിപ്പ് ചെയ്യുന്നുണ്ട്. നമുക്കിനി അടുത്ത ഭാഗത്തിൽ നോക്കാം. എന്തായാലും ഇതിപ്പോൾ ഒറ്റക്കല്ലേ, ഇത് വലിയ കാണുമൊന്നും വേണ്ട. ഓക്കെ, ഈ ബൂസ്റ്റ് നമുക്ക് അധികം ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. കുറേ ബൂസ്റ്റ് ഉണ്ടാവും. അത് അടുത്ത ഗെയിം പ്ലേയിൽ ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ ഒറ്റക്കായതുകൊണ്ട് ഞാൻ അങ്ങനെയൊന്നും കാണിക്കുന്നില്ല. അപ്പം നമ്മൾ ഹോം അടിച്ചിട്ട് ഇതെല്ലാം 2x കൊടുക്കുക. പരസ്യമൊന്നും ഓടില്ല, പഠിക്കണ്ട. ഇതിൽ കാറിൻ്റെ ടയർ നമുക്ക് ഏത് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വാങ്ങിക്കുക. നടുക്കത്തെയാണ് പിന്നെയും ബെറ്റർ. പിന്നെ ഇതിൽ കാറ്റഗറി ഉണ്ട്, ABS എന്നെല്ലാം പറഞ്ഞിട്ട്. അത് നിങ്ങൾക്ക് അവിടെ കാറിൻ്റെ താഴെ തന്നെ കാണും, ABS എന്നെല്ലാം പറഞ്ഞിട്ടൊരു കാറ്റഗറി. അത് ഞെക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി കളറും ഡിസൈനും ഇല്ല കാർ കിട്ടും. കണ്ട, Bയിലേക്ക് പോയി Sയിലേക്ക് പോയി. കണ്ട, കുറച്ച് വെറൈറ്റി കാറെല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പോൾ Bയിൽ ഇങ്ങനെ സ്റ്റൈലിൽ ഇങ്ങനത്തെ കാറെല്ലാം ഉണ്ട്. Sയിൽ ഇതിങ്ങനെ കളർ. അത് മറ്റേ കാറിൽ നിന്ന് കുറച്ച് കളർ വ്യത്യാസമാക്കിയെന്നേ ഉള്ളൂ, വേറെ വലിയ മാറ്റങ്ങളൊന്നുമില്ല. അപ്പോൾ ഇത് കുറച്ച് വലിയ സംഭവം തന്നെ എടുത്തു വണ്ടി, കുറച്ച് പൈസ കൂടിയത്. നമ്മൾ ഈ സെക്ഷനിൽ നിന്ന് ബാക്ക് അടിക്കുക. ഇതൊരിക്കലും ഉപയോഗിക്കണ്ട. ഇനി അപ്ഗ്രേഡിൻ്റെ സെക്ഷൻ ഞെക്കുക, അപ്ഗ്രേഡ് വെക്കുക. കണ്ട, അപ്ഗ്രേഡ് കുറച്ചും കൂടി പവർ കൂടിയ വണ്ടിയായി നമ്മൾ. അപ്പം ഇതിൽ ഏറ്റവും കൂടുതൽ പവർ ഈ വണ്ടിക്കാണെന്നൊന്നും പറയാൻ പറ്റില്ല. വണ്ടീൻ്റെ കണക്കുണ്ടാവും. ഞാൻ നടുക്കത്തെ ടയർ എടുക്കുക, കാരണം അത് കുറച്ചും കൂടി വളക്കാനെല്ലാം കുറച്ച് എളുപ്പമായതുകൊണ്ട് ഞാൻ അതെടുക്കുന്നു. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കളിച്ചിട്ട് ഏതാണെന്ന് വെച്ചാൽ എടുക്കുക. അപ്പം ഞാൻ ഈ വണ്ടിയും കൂടി എടുത്തു. ഈ വണ്ടി എന്ന് പറയുമ്പോൾ കാണാൻ കുറച്ച് പാങ്ങുണ്ട്. പൈസ അധികം നല്ലല്ലോ, കാണാൻ പാങ്ങണ്ടേ. ബാക്ക് അടിച്ചു. ഇത് സെക്ഷൻ കളയാൻ ബാക്ക് അടിക്കുക. കാരണം അവിടെ നമുക്കൊന്നും ചെയ്യാനില്ല. നമുക്ക് ഇപ്പോൾ കാണുന്ന കണക്ക് നിങ്ങൾക്ക് എത്ര വേണമെങ്കിൽ അപ്ഗ്രേഡ് ചെയ്യാം. അൺലിമിറ്റഡ്. അപ്പം വേറെ ഒന്നും പറയുന്നില്ല. അപ്പം ഞാനിപ്പം ഇതെടുത്തു. ഒരു റേസ് പോയി കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇതെല്ലാം നെക്സ്റ്റ് അടിക്കുക, ഓക്കെ അടിക്കുക, ഗോ അടിക്കുക, അങ്ങനെ റേസിലേക്ക് കയറും. ഇതിലിപ്പം ഞാൻ മാത്രമല്ല, വേറെയും കുറേ ആൾക്കാരുണ്ട്. ഇവിടെ നമ്മളെപ്പോലെ റേസിങ് വരാം. ഈ നൈട്രോൻ്റെ സാധനം കണ്ട ഇടതുവശത്ത് ആ ഒരു റോക്കറ്റ് ചിത്രമില്ലേ, അത് ഞാൻ എന്തേ അധികം ഉപയോഗിക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടിക്ക് ഓൾറെഡി സ്പീഡ് ഭയങ്കര കൂടുതലാണ്. കാരണം ഇങ്ങനെ വണ്ടിക്ക് സ്പീഡ് ഇങ്ങനെ എത്ര കൂടുന്ന സമയത്ത് നമുക്ക് വണ്ടി വളക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ നൈട്രോ ഇട്ട് കാണിച്ചു തരാം. ഇങ്ങനെ വളവെത്തുമ്പം സ്പീഡ് ഇതിനെക്കാട്ടി സ്പീഡായി കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടി വളയില്ല. ഇപ്പം തന്നെ വണ്ടി വളയുന്നത് സൈഡിലും ചുമരിനും അടിയിടലും തട്ടിയിട്ടാണ്. കണ്ട, ഇതിടുമ്പോൾ കണ്ട രണ്ട് നൈട്രോൻ്റെ ഈ സംഭവം വന്നിട്ടുണ്ട്. കാരണം
ഇത് കുറച്ച് പൈസയില്ല വണ്ടിയാണ്. അപ്പോൾ 2 സൈലൻസർ ഉണ്ട്. അപ്പോൾ 2 ഇങ്ങനെ തീരും. അപ്പം ഇത് എന്ന് പറയുമ്പം ചിലത് ഒരു റൗണ്ടിലെ മാപ്പായിരിക്കും, ഒരു റൗണ്ടേ ഉണ്ടാവും മാപ്പിൽ, ചിലയിൽ 2 റൗണ്ട് ഉണ്ടാവും. പിന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടി എടുത്തിട്ട് കാട്ടിലേക്ക് പോകാണ്ട് ശ്രദ്ധിക്കുക. കാരണം കാട്ടിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയും, പിന്നെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ ഒരവസ്ഥയായിരിക്കും. വണ്ടി അതിന് ഇഷ്ടത്തിന് ആടെ തട്ടി കീഴെ തട്ടി ആകെ തട്ടി ആകെ ബഗ്ഗിടാവും. അപ്പം ഇത് ഒരു റൗണ്ടില്ലതാണ് ഞാനിപ്പോൾ കളിച്ചിട്ടുണ്ടായിന്. അപ്പോൾ 2 റൗണ്ടിലെ മാപ്പെല്ലാം വേറെ ഉണ്ട്. അപ്പം നിങ്ങൾ എന്താ വെച്ച് കഴിഞ്ഞാൽ അത് കണക്ക് ചെയ്യാം. അപ്പം വേറെ ഒന്നും പറയാനില്ലല്ലോ, ഗെയിം കളി ജസ്റ്റ് ഗെയിം കളിയല്ല. അപ്പം നിങ്ങൾക്ക് ബാക്കി ഗെയിം കളിച്ചാൽ നിങ്ങൾക്കെല്ലാം മനസ്സിലാവും. അപ്പം ഞാനധികം പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയല്ലോ, അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ.